വെൽക്കം ബാക്ക് മാസ്റ്റർ പീസ്. നമ്മളിന്ന് ഡ്രാഗൺ ഫ്രൂട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മളിന്ന് ജ്യൂസ് ഉണ്ടാക്കാൻ പോവാണ്. കുറേ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടല്ലേ, ഇതൊക്കെ കടയിൽ നിന്ന് വാങ്ങിയെന്നൊക്കെ വിചാരിക്കും നിങ്ങൾ, പക്ഷേ കടയിൽ നിന്ന് വാങ്ങിയതല്ല, നമ്മളെ ബാക്കിലുള്ള ഈ തോട്ടത്തിൽ നിന്ന് തന്നെ പറിച്ചെടുത്തതാ കേട്ടോ. യെസ്. അപ്പം എന്താ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ അതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് കാണല്ലേ വേണമെങ്കിൽ. ഡ്രാഗൺ ഫ്രൂട്ട് എന്താണ് സംഭവം എന്നുള്ളത്, മലപ്പുറം ജില്ലയിലെ അരീക്കോട് തച്ചെണ്ണയിലാണ് നമ്മളുള്ളത്. ഇവിടെ വെച്ചിട്ട് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് ഈ ഒരു തോട്ടത്തിൽ നിന്ന് പറിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ജ്യൂസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്നേഹതീരം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കുറേ നമ്മുടെ എന്താ പറയുക അവിടുത്തെ കുറേ അംഗങ്ങളുണ്ട്, 10-35ഓളം ആളുകളുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവരെടുത്തിട്ട് കൊണ്ടുപോയിട്ട് കൊടുക്കാനുള്ളൊരു പരിപാടി കൂടിയാണ്. അപ്പോൾ മൊത്തത്തിൽ ഇന്ന് രാവിലെ 6:30-7 മണി സമയമായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള എന്താ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ആ കൃഷിയും കാണാം, അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ടിന് നല്ലൊരു റെസിപ്പി ഒരു ജ്യൂസും കാണാം. അതിനുശേഷം നമുക്കിത് അവിടെ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ വിളിക്കുന്നത് ലത്തീഫാജിയുടെയാണ് വിളിക്കുന്നത്. തച്ചെണ്ണ ലത്തീഫാജി നമുക്ക് നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് എന്താണ് സംഭവം എന്നുള്ള ആദ്യം തന്നെ നോക്കല്ലേ, അതിനുശേഷം ജ്യൂസ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ തോട്ടമാട്ടോ കാണുന്നത്, അതായത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തോട്ടം. ഈ നമ്മളിപ്പോൾ ഈ കുക്ക് ചെയ്യുന്നതിൻ്റെ നേരെ മുന്നിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഓണറായിട്ടുള്ള ലത്തീഫാജി ഇവിടെ ഉണ്ട്. അപ്പോൾ മുമ്പ് തന്നെ പറഞ്ഞു തരും നമുക്ക് ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് ഡ്രാഗൺ ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് തന്നെ പെട്ടെന്ന് കൂടുതൽ കാലമായിട്ട് നമ്മുടെ നാട്ടിൽ പ്രചാരണത്തിൽ ഇല്ലാത്തൊരു സംഭവമായിരുന്നു. അപ്പം ഇതാണ് തോട്ടം. ഏകദേശം എത്ര സ്ഥലത്തുണ്ട് ഇത്? ഏകദേശം അര ഏക്കറാണ് ടോട്ടൽ നമ്മളെ സ്ഥലം. അതിന് ഈ കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ മറ്റു കൃഷികൾക്കും ഇതിൻ്റെ വളം മിക്സ് ചെയ്യാനൊക്കെ ആയിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കി ഒരു 10-40 സെൻറ്റ് ആണ് ഇപ്പോൾ ഉള്ളൂ. അതെ, ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്നത്. നമ്മൾ പറിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഏതാണ് ഇപ്പോൾ ഇതിലായത്? അതിൽ ഇതൊക്കെ ശരിക്കും വൈകുന്നേരം ആകുമ്പോഴേക്ക് പറിക്കാൻ കഴിയും. ഏകദേശം ചുവപ്പ് കളറാവും. ചുവപ്പ് കളറായത് അങ്ങേപ്പുറത്തൊക്കെ ഇഷ്ടംപോലെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നത്. ഇതൊക്കെ ഏകദേശം പറിക്കാവുന്നതാണ് ആയതോടെ. അതായത് ഇപ്പോൾ ഇത് ഇളം ചോപ്പ് ആയാൽ തന്നെ നമുക്ക് പറിക്കുന്ന പ്രശ്നം. ഇപ്പോൾ നമ്മൾ ഈ പുറത്തുനിന്നൊക്കെ വരുന്ന ഫ്രൂട്ട്സുകൾ, വിയറ്റ്നാമിൽ നിന്നൊക്കെ വരുന്ന ഫ്രൂട്ട്സുകൾ ഏകദേശം ഒരു പച്ചപ്പ് തന്നെയാണ് അവർ പറിക്കുന്നത്. ഇതാ ഈ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാലാണ് നമ്മൾ പറിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മൾ പറിച്ച് കൂട്ടിയത് മൊത്തം ഈ ഒരു ലെവലിലുള്ള ഡ്രാഗൺ ഫ്രൂട്ടുകളാണ്. അപ്പോൾ ഇത് ഏകദേശം എത്ര 22 ദിവസം? 22 ദിവസമല്ല, ഇത് മൊട്ട് വന്നു കഴിഞ്ഞാൽ അത് വിരിയാൻ ഒരു 12 ദിവസം പിടിക്കും. അത് വിരിഞ്ഞു കഴിഞ്ഞാൽ 28 ദിവസം കൊണ്ട് നമുക്ക് കായ് പറിക്കാനാവും. 28ാമത്തെ ദിവസം നമുക്ക് ഫുള്ളായിട്ട് ചുവന്ന് കിട്ടും. അതിനുശേഷം പറിച്ചെടുക്കാൻ പറ്റും. ഇത് ഏത് ഇനത്തിൽ പെട്ടതാണ് ഈ ഡ്രാഗൺ? ഇത് അമേരിക്കൻ ബ്യൂട്ടി എന്നുള്ളതാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഇത് ഉള്ള് ചുവപ്പായിരിക്കും, ഒരു പിങ്ക് കളറാണ്, നല്ല രസമുള്ള കളറാണ്. ഇതേ കളർ തന്നെ പുറത്ത് ചുവപ്പും ഉള്ളു വെള്ളയായിട്ട് വേറെ കാണാം. ഇതിന് കൂടുതൽ വെള്ളം കാര്യങ്ങളൊന്നും വേണ്ട, തോന്നുന്നു മലമുകളിലാണല്ലോ. വെള്ളം വളരെ കുറവ് മതി. ഇതിന്റെ ഈ ഭൂമി ഇതിന് തിരഞ്ഞെടുക്കാന്നുള്ള ഒരു വലിയ കാരണം അത് തന്നെയാണ്. ഈ ഭൂമിയിൽ എന്ത് കൃഷി ചെയ്യണം, എന്താണ് ഇവിടേക്ക് അനുയോജ്യമായ കൃഷി എന്ന് അറിയാതെ അങ്ങനെ ഒരു ലീവിന്, ഇപ്പോൾ ഈ കൊറോണ ലീവിന് വന്നപ്പോൾ ഒരു സമയം കിട്ടുമ്പോൾ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇതിനെപ്പറ്റി ചിന്തിക്കണത്, അപ്പോൾ ഇതിന് അനുയോജ്യമായ, ഇപ്പം ഞാൻ ഇതിന് വെള്ളം നിൽക്കാൻ പാടില്ല. അപ്പോൾ നമ്മളിത് ഭൂമിയിൽ നിന്ന് ഉയർത്തി ചെയ്യാനുള്ള കാരണം തന്നെ അതാണ്. തടം കെട്ടി വെള്ളം കെട്ടിക്കാൻ പാടില്ല. വെള്ളം ആഴ്ചക്ക് ഒരു വെള്ളം ഒരു പ്രാവശ്യം ഒരു നനയൊക്കെ കൊടുത്താൽ മതി. ശുശ്രൂഷയ്ക്ക് വളരെ സുഖമാണ്. പക്ഷേ നമ്മളെപ്പോഴും അതിനെ പരിപാലിച്ചുകൊണ്ട് വളം ശരിക്കും ഫുൾ ഓർഗാനിക്കാണ്. അതായത് നമ്മൾ ചാണകം, കോഴിക്കാട്ടം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈ ഒരു ജ്യൂസിൻ്റെ പുറമെ ഇതിനും കൂടി ഉൾപ്പെടുത്താനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൃഷിയെക്കുറിച്ചാട്ടോ. അതായത് ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്ന കൃഷി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആയിട്ടുണ്ടാവില്ല വന്നിട്ട്. നമുക്ക് അറിയില്ല, പല ആൾക്കാർക്കും അറിയില്ല നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൃഷിയാണെന്ന്. സാധാരണ മലമുകളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നോർമൽ കൃഷിയാണിത്. ഇത് തന്നെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ തൈ എടുക്കുക. അതായത് 2ാമത്തെ പ്രാവശ്യം വരുമ്പോൾ ഈ കട്ട് ചെയ്തിട്ട് പിന്നീട് വെക്കും. ഇതിപ്പോൾ തൈ പുറത്തേക്ക് ആർക്കും കൊടുക്കണമെങ്കിലും നമ്മൾ തന്നെ കൊടുക്കുക. അത് പക്ഷേ നമ്മളതിന് മൂത്ത കമ്പുകൾ മാത്രം എടുക്കണം. ഈ കായ ഉണ്ടായ കമ്പ് മാത്രമേ എടുക്കുള്ളൂ, അല്ലാഞ്ഞാൽ ഒരുപാട് കാലെടുക്കുന്നത് കായ്ച്ചു വരാൻ. അങ്ങനെ ഏതൊക്കെയാണ് ഇതിന്റെ സ്റ്റേജ്? ആദ്യം അങ്ങനെ ഫസ്റ്റ് കുറച്ച് ദിവസം കഴിഞ്ഞ ശേഷം മുട്ടിടും. അതായത് ഒരു 8ാം മാസം, ഇപ്പോൾ 8 മാസം കൊണ്ട് ഞങ്ങൾക്ക് മുട്ടിട്ടു. മുട്ടിട്ടാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 12 ദിവസം കൊണ്ട് മുട്ട് പൂവാവും. പിന്നെ പൂവായി കഴിഞ്ഞാൽ ഇത് രാത്രിയാണ് പൂവ് വരിക. രാത്രി നമ്മൾ പോളിനേഷൻ മാനുവലായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ചെയ്യുന്നത് അങ്ങനെയാണ്. മാനുവലായിട്ട് നടത്തുന്നതിൻ്റെ വ്യത്യാസം നമുക്ക് കാണാം. കായൊക്കെ നല്ല നമുക്ക് 900 ഗ്രാം 950 ഗ്രാം വരെയുള്ള കായകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓരോന്ന് കിട്ടും ഏറ്റവും കൂടുതലായിട്ട്. ഇപ്പം നിങ്ങളിപ്പോൾ 2 വർഷമായല്ലോ, 2 വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ ഇപ്പോൾ സാധാരണ ഒരാൾക്ക് ചെയ്തെടുക്കാൻ പറ്റിയതാണത്? ഇത് വളരെ ഈസിയാണ്, പക്ഷേ നമ്മൾ ശ്രദ്ധ വേണമെന്നുള്ളൂ. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? തൈ കിട്ടുക, തൈ നമുക്ക് നമ്മളടുത്ത് തന്നെ ഇപ്പം ഇഷ്ടം പോലെ നമുക്ക് തൈ ഉണ്ടാക്കാൻ കഴിയും. ഇതിൻ്റെ നമ്മൾ കീടനാശിനി ഒന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് പുഴു വരുന്നത്, ഒച്ച് വരുന്നത്, അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അത് എടുത്ത് നശിപ്പിക്കണം. അതിനുള്ള ഒരാൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം. കുട്ടിയായിരിക്കും, അത് ചെറുപ്പമായിരിക്കുമ്പോൾ ഇനിയിപ്പോൾ വല്ലാതെ ബാധിക്കില്ല.
ഓക്കെ, ഒരാളതിന് വെച്ചിട്ട് അതിന് അപ്പോൾ ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കൃഷി ചെയ്യണമെങ്കിൽ ഇവരായിട്ട് കോൺടാക്ട് ചെയ്യട്ടെ. ഇവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം. ഇതിൻ്റെ തൈയും അതുപോലെ തന്നെ എങ്ങനെ കൃഷി ചെയ്യാനുള്ള രീതിയും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്ക്രീനിൽ നമ്പർ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താ നമുക്ക് ഇനി നമ്മൾ ജ്യൂസിലേക്ക് കിടക്കാം. ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ട് നമുക്ക് വലിയൊരു ഹെവി ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷിയിടം ഒക്കെ കണ്ടല്ലോ അല്ലേ? അപ്പോൾ ലത്തീഫാജിനെ കോൺടാക്ട് ചെയ്യാൻ നമ്പറൊക്കെ നമ്മളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇത് പറിച്ചെടുത്ത് ഇപ്പോൾ പറിച്ചുകൊണ്ടേക്കാട്ടെ, ഇവർ പറിച്ചുകൊണ്ടേക്കാണ്. ഏകദേശം ഒരു 2 ലൈന് പറിച്ചപ്പോൾ തന്നെ ഇത്രത്തോളമായി. അപ്പോൾ ഇതിൽ നമ്മൾ ഇനി നന്നായിട്ട് ചുവപ്പുള്ള ഇപ്പം ജ്യൂസ് അടിക്കാൻ പറ്റിയത് കുറച്ച് എടുത്തിട്ട് ജ്യൂസ് അടിക്കാം. അതൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യമില്ല മാത്രം എടുത്താൽ മതിയല്ലോ. നമ്മുടെ ഇതാക്കേണ്ട അത് വിൽക്കാനുള്ള സാധനമാണ്. ഒരു 35-40 ആൾക്കാരെ മൊത്തം ഉണ്ടാവുള്ളൂ. ഇവിടുത്തെ ആൾക്കാർ. അപ്പോൾ നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട് അവിടെ ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ കുറച്ച് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. ഒരു 10 കിലോ മാത്രം മതിയാവില്ല നമുക്ക്. ഒരു 10 കിലോ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ടിങ് തുടങ്ങുകയാണ്. ഓ അടിപൊളി കളർ അല്ലേ? നല്ല സിമ്പിളായിട്ട് തന്നെ പോരുന്നുണ്ട് അല്ലേ? ഒന്നുമില്ല ഇതിൽ വേസ്റ്റ് ആയിട്ട് പോകാൻ. ഇങ്ങനെ അങ്ങനെ നമ്മളിത് മുഴുവനായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ അടിപൊളിയായിട്ട് ഭയങ്കര കളറല്ലേ? നല്ല അടിപൊളി. അതുപോലെ കട്ട് ചെയ്യാൻ നല്ല സുഖം കേട്ടോ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിന് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒന്ന് ചോദിക്കാം. ചെറിയ പീസ് എടുക്കാം അല്ലേ? പ്രത്യേക അടിപൊളി ടേസ്റ്റ് ആട്ടോ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഈ പുറത്ത് കിട്ടുന്ന നമ്മൾ മാർക്കറ്റിൽ വാങ്ങുന്ന സാധാരണ ഡ്രാഗൺ ഫ്രൂട്ടിനെ പോലെ അല്ല. ഇപ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആട്ടോ സംഭവം. എന്താ പറയുക, എന്താ അതിൻ്റെ ഒരു ഫീല് പറയാന്ന് പറഞ്ഞാൽ ഓർഗാനിക് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ നാടനാകുമ്പോൾ അതിനുള്ള മാറ്റം ഉണ്ടാവും. അതുപോലെ തന്നെ എന്താ ഇതിന്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം വയലറ്റ് ഇല്ല കളർ അല്ലേ? അപ്പോൾ ഏതായാലും നമുക്ക് ഇനി നമ്മൾ ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ഒരു അടിപൊളി റെസിപ്പി ഉണ്ട്. അപ്പോൾ അതിന് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന സാധനങ്ങൾ ഒന്ന് ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ജ്യൂസ് അടിക്കാൻ പാകത്തിന് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പാലെടുത്തിട്ടുണ്ട്. പാലെടുത്തത് കട്ടപ്പാലാട്ടോ, നല്ല കട്ടായിട്ടുള്ള പാലെടുത്തു, ഫ്രീസറിൽ വെച്ച പാലെടുത്തു. പിന്നെ നമ്മുടെ വാനില ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മിക്സിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ പഞ്ചസാര. അപ്പോൾ ഇത്രയും സാധനങ്ങളെ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ജ്യൂസ് അടിച്ചു തുടങ്ങാം. അത് തന്നെ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് ഇട്ട് കൊടുത്തു. ഒരു 5-6 പ്രാവശ്യമായിട്ട് അടിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മൾ പാൽ ഒഴിക്കാം കേട്ടോ. ഇനി പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. വാനില ഐസ്ക്രീം എടുത്ത് ഫ്ലേവറുള്ള ഐസ്ക്രീം ഒന്നും എടുക്കണ്ട, അപ്പോൾ പിന്നെ അതിൻ്റെ ഫ്ലേവറായി മാറും. ഓക്കെ, അപ്പോൾ ഓക്കെ, നമ്മൾ ജാറും കാര്യങ്ങളൊക്കെ കൂടെ സെറ്റാണ്. അപ്പോൾ അടിച്ചു നോക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് റോസ് കളർ കേട്ടോ, പിങ്ക് കളറിലുള്ള കണ്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയും കൂടി അടിച്ചെടുക്കണം. ഓക്കെ, എന്തായാലും നമ്മളിത് മുഴുവനായിട്ട് അടിച്ചതിന് ശേഷം ബാക്കി കാണാം അല്ലേ? അങ്ങനെ നമ്മളെ പാത്രം ഫുള്ളായിട്ടുണ്ട്. ഫുള്ളായിട്ട് നമ്മൾ ജ്യൂസ് അടിച്ചു. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
നമ്മുടെ ജ്യൂസും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടോ. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് എന്താ ട്രസ്റ്റിൻ്റെ അവിടേക്കാണ്. പക്ഷെ അതിന് മുമ്പ് നമ്മൾ ഉണ്ടാക്കിയൊരു ജ്യൂസാണല്ലോ, അപ്പം അത് ജസ്റ്റ് ഇവരോണ്ടൊന്ന് കുടിപ്പിച്ച് നോക്കുക, അതിന് ശേഷം ടേസ്റ്റ് നോക്കുക. ഹംദാൻ കൊടുക്കുക അല്ലേ? ഹംദാൻ ഉണ്ട്, അതുപോലെ തന്നെ മുനീർ. നിങ്ങൾ എന്നെ കുടിച്ചിട്ട് നിങ്ങൾ ഇവര് സാധാരണ കുടിക്കുന്നതാണ്, എന്നാലും ഇവരെ റെസിപ്പി എങ്ങനെ ഉണ്ടെന്ന് അറിയാനുള്ള ആ ഒരു ഇതിൽ കുടിച്ചു നോക്കാം. നമ്മൾ പിന്നെ അടിപൊളി എന്ന് പറയാം. ഇത് റെസിപ്പി തെറ്റില്ല. സാധനത്തിനെ പറ്റി എനിക്ക് അഭിപ്രായം ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ തന്നെ എനിക്കെല്ലാം അറിയുന്നതാണ്. അല്ല മാറ്റം ഉണ്ട് കേട്ടോ, നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനവും അതുപോലെ തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന സാധനം മാറ്റം ഉണ്ടാവും. അപ്പോൾ ഹംദാൻ എങ്ങനെയുണ്ട്? സൂപ്പറാണ്. സൂപ്പർ. എത്രയിൽ പഠിക്കണേ? തേർഡിൽ. ഇവിടെ തന്നെ സ്കൂൾ? ഇവിടെ സ്കൂൾ മുറുക്കനാട്. എങ്ങനെയുണ്ട്? സൂപ്പറാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവരായിട്ടപ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി സെറ്റ് ചെയ്ത് തന്ന്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഏതായാലും ഇനി നമ്മൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നമുക്ക് കുറച്ച് ആളുകൾ നമ്മുടെ ഫാമിലി ആയിട്ട് മാറിയ അവിടെയൊക്കെ പോകാണ്ട്. അപ്പോൾ ഏതായാലും നേരെ ഈ ഒരു ഏകദേശം ഒരു 50 ആളോളം ഉണ്ടാവും. ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരെ അവിടേക്ക് പോകാം. അങ്ങനെ നമ്മൾ മലപ്പുറത്ത് നിന്ന് നേരെ കോഴിക്കോട് വന്നു. കോഴിക്കോട് ഫറൂഖിൽ പരുത്തിപ്പാറ എത്തിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്കറിയാൻ പറ്റുന്ന സ്നേഹത്തിൽ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കഴിഞ്ഞ മാസ്റ്റർ പീസ് വ്ളോഗിൽ കുറേ വീഡിയോ ഇട്ടിരുന്നു. 1-2 വീഡിയോസ് നമ്മളെ ഹൈദർലി ഖാൻ്റെയും അതുപോലെ തന്നെ അബീബ് റഹ്മാൻ ഖാൻ സ്ഥലം കാണാനില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ, എവിടെയാണ് ലൊക്കേഷൻ എന്ന് അറിയാത്ത. അപ്പോൾ ഇവിടെ കുറേ ആളുകളുണ്ട്, 10-35ഓളം പേരുണ്ട്. അപ്പോൾ സിദ്ദീഖ് ബ്രോ ഉണ്ട്, റജീഷ്, സബീർ, എല്ലാവരും ഉണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇവർക്ക് എല്ലാവർക്കും നമുക്ക് ഈ ഒരു ജ്യൂസ് കൊടുക്കാം. നമ്മളെ അബീബ്ക്കാരെ കുറിച്ച് ഇവരൊന്നും കിട്ടിയിട്ടില്ല. ആളുകൾ വിളിക്കുന്നുണ്ട്, വിളിച്ച് ചോദിക്കുന്നുണ്ട്, പക്ഷേ കൃത്യമായ വിവരം കിട്ടിയിട്ടില്ല. ഇപ്പോഴും കിട്ടും. സംബന്ധിച്ചാലും മാസ്റ്റർ പീസ് ബ്ലോഗിലുണ്ട്. മൂപ്പരെ ഇവിടെ നമുക്ക് കിട്ടിയതാണ്, ഇവിടെയാണ് നിൽക്കുന്നത്. അതിനുശേഷം മൂപ്പര് അഡ്രസ്സ് തിരിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിരുന്നു, കാണാത്തവർ കണ്ടാൽ മതി. അപ്പോൾ എന്തായാലും നമ്മളിതാ ഈ ഒരു ഗ്ലാസ്സിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം അവർക്ക് കൊടുക്കുകയാണ്. ഇത് ചെറുതായിട്ടൊന്ന് ലൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് നമ്മൾ ടൈറ്റാക്കി കുറച്ചൊരു ടൈറ്റിലെടുത്തത്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മധുരം കുറച്ച് കുറവ് മതി അല്ലേ, ഓവർ കട്ടിയായത് കുടിക്കാനൊരു സുഖം കിട്ടില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ അവർക്കും വേണ്ടി വേറെ ഒന്ന് ഇവിടെ വന്നതിന് ശേഷം ഒന്ന് ജ്യൂസാക്കിയിട്ട് തയ്യാറാക്കി എടുത്താണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കായിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, രസമുണ്ടോ? ഈ ജ്യൂസ് ഒരുപാട് പ്രോട്ടീൻസ് ഉള്ള, ഒരുപാട് പോഷകങ്ങളുള്ള ഒരു ജ്യൂസാണ് കേട്ടോ. നമ്മുടെ മാസ്റ്റർ പീസിന്റെ ആളുകൾ ഇവിടെ വന്നിരുന്നില്ല, ട്രിപ്പ് വന്നിരുന്നില്ലേ, അവരുടെ സ്പോൺസറാണ് കേട്ടോ. നിങ്ങളുടെ ശരീരത്തിനൊക്കെ എന്തെങ്കിലും നല്ല പോഷകങ്ങൾ കിട്ടട്ടെ കരുതിയിട്ട് അവർ കൊണ്ടുവന്നാണ്. ഇതാ കുടിച്ചോളി. എങ്ങനെയുണ്ട്? ഇത് നമ്മളെ അബീബ് റഹ്മാൻക്ക കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ കൂടെ വന്നാണ്. അബീബ് റഹ്മാൻക്ക സൗഖ്യം, സുഖം? വീട്ടിൽ പോണ്ടേ? ബാംഗ്ലൂര് നമ്മളെ കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പില്ലല്ലേ? ഏകദേശമൊക്കെ നമുക്കിങ്ങനെ പോയി നോക്കണം. ആരും കോണ്ടാക്ട് ചെയ്തിട്ടൊന്നുമില്ല, എന്നാലും നമുക്ക് പോയി നോക്കാം. പിന്നെ നമ്മളെ സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. നമ്മളെ ഗസ്റ്റ് അല്ല, നമ്മളെ വീഡിയോയിലൂടെ വന്ന ആൾക്കാരായിട്ട് നമ്മൾ നിങ്ങൾക്ക് അറിയണം. അതെ, അതുകൊണ്ടാണ് പറഞ്ഞത്. നമ്മളെ ഹൈദർലിക്ക എന്തൊക്കെയുണ്ട്? സുഖം. ജ്യൂസ് രസമുണ്ടോ? പിടിച്ചു നോക്കിയോ? വാച്ച് കഴിച്ചേക്കല്ലോ. വാച്ച് ഗിഫ്റ്റ് കിട്ടിയേ ഉഷാറാണ്. ഇവരൊക്കെ പേര് ശ്യാംകുമാർ, ഏട്ടനാണ്. അലി. നിങ്ങളെ പേരാ? മുഹമ്മദ് കുഞ്ഞി. വീട് എവിടെ? വട്ടക്കിണർ. വട്ടക്കിണർ കോഴിക്കോട് അല്ലേ? ഹോസ്പിറ്റലിൽ വന്നതാ? ഹോസ്പിറ്റലിൽ
എന്താ അസുഖം ഉണ്ടോ എന്തെങ്കിലും ചെറുതായിട്ട് മരുന്നൊക്കെ കിട്ടിയാൽ ശ്വാസം മുട്ടില്ല. അപ്പോൾ നമ്മൾ അടുക്കളയുടെ കാഴ്ച കാണണ്ട. ഇവിടെ കുറേ ചേച്ചിമാർ കുറേ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇത് മീൻ പൊരിച്ചതാണ് അല്ലേ? കുറേ ആയോ ഇവിടെ ആയിട്ട് ചേച്ചി? 2 വർഷം കഴിഞ്ഞു. 2 വർഷം. എന്താ പേര്? വസന്ത. ഇവരെ രാജി. ഈ ഒരു ചേച്ചി ഇവിടെ ഉണ്ടല്ലേ? എന്താ പേര്? സുചിത്ര. ആ അപ്പോൾ ഇവിടെ 3 ഇവിടെ തന്നെയാണോ? ചേച്ചി വയനാട് അല്ലേ? ആ ഫുൾ ടൈം ഇവിടെ ഉണ്ടാവും. ഓക്കെ. എന്തായാലും ഈ ഒരു കാഴ്ച കൂടി നമ്മൾ കഴിഞ്ഞ 2-3 വീഡിയോയിലൊക്കെ നമ്മൾ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയം കൂടി നമുക്ക് കണ്ടു. ഫുഡായിക്കൊണ്ടിരിക്കുന്നുണ്ട്, നമുക്ക് സമയമില്ല, നമ്മൾ പോയി വരാം. നമ്മളോട് ഇവരാണ് എല്ലാം സഹകരിച്ചത്. നമുക്ക് എന്തായാലും സന്തോഷമായി അല്ലേ? പിന്നെ ഒരു എനർജി ഉണ്ട്. കാരണം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ 4-5 മണിക്കൂർ കൊണ്ട് എല്ലാ ഷൂട്ടിങ്ങും കഴിഞ്ഞു. എന്തായാലും നമ്മളോട് സഹകരിച്ചതിന് ശ്രദ്ധിക്കാം. പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തായാലും വീണ്ടും കാണാം, വീണ്ടും കാണേണ്ടി വരും. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.